ഹലോ ഗൈസ്, നമുക്കൊന്ന് പാലക്കാട് പോയിട്ട് വന്നാലോ? പാലക്കാട് പോകാന്ന് വെച്ചിട്ട് ട്രെയിൻ കയറാൻ വന്നപ്പോൾ എന്റെ മോനെ മുടിഞ്ഞ തിരക്ക്. കാലെടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവന്മാരുടെ അമ്മാവന്റെ വീട് പോലെ. പിന്നെ നോക്കുമ്പോൾ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് പൂക്കുറ്റി അടി. ഇതെല്ലാം കണ്ട് ഞാൻ അവസാനം പാലക്കാട് എത്തിയേട്ടാ. പാലക്കാടത്തെ വീഡിയോസ് ശരിക്കും കാണണമെങ്കിൽ നമ്മൾ ഇന്ദ്രിയത്ത് ബ്ലോഗിന്റെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. നേരെ വീഡിയോ എല്ലാം കണ്ട് ഇൻസ്പയർ ആയിട്ടാ ഞാൻ ഈ പാലക്കാടേക്ക് വന്നത്. പക്ഷെ ഞാൻ കറങ്ങാൻ വന്നതല്ല, ഞാൻ ഒരു ക്യാമറ കൊടുക്കാൻ വേണ്ടി വന്നേട്ടാ. പാലക്കാടിന്റെ ഗ്രാമം ഭംഗി അതൊരു രക്ഷയില്ല. സമയം 8:45. ഇപ്പൊ ട്രെയിനൊക്കെ നല്ല ലേറ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാരും വരുന്നവർ ശ്രദ്ധിക്കുക. പറഞ്ഞത് കേട്ടല്ലോ, ഞാൻ നേരെ ക്യാമറയും കൊടുത്തിട്ട് പാലക്കാടിന്റെ ഗ്രാമം ഭംഗി ഞാനൊന്ന് ട്രെയിനിൽ ആസ്വദിക്കാൻ പോകട്ടാ. പാലക്കാട് ഫുൾ ഒന്ന് കറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ പാലക്കാടിലെ ചെങ്ങായിമാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോ. ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ കണ്ട കാഴ്ച ഇത്ര അടിപൊളിയാണെങ്കിൽ അവിടെ പോയി കാണുന്ന കാഴ്ച എന്തായിരിക്കും എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാത്ത വയൽപ്പാടൊക്കെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇത് കൂടാതെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ബാക്കി നാട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് കേട്ടാ. അങ്ങനെ അടുത്ത പഴയ വീടും കാര്യങ്ങളും നോക്കിക്കുമ്പോൾ ട്രെയിനിൽ ഒരാൾ പാട്ട് പാടാൻ എത്തി. അത് ഞാൻ നേരെ ആലുവെത്തി കേട്ടാ. എന്റെ ഒരു അനുഭവം വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, മഴക്കാലത്ത് എവിടെയും പോകാണ്ടിരിക്കുക. ഇതുണ്ടോ, ഇപ്പൊ ഞാൻ അടുത്ത മഴ നനയാൻ പോകുന്നുണ്ടോ. ചിലർക്ക് മഴക്കാലം ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് മഴക്കാലം ഭയങ്കര ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഞാൻ ആലുവ എത്തി. അടുത്ത വൈപ്പ് KSRTC സൈഡ് സീറ്റ് പ്ലസ് മഴ. അങ്ങനെ നേരെ നമ്മൾ എടപ്പള്ളി പള്ളി എത്തിയിട്ട് എടപ്പള്ളി പള്ളിന്ന് മുമ്പിലേക്ക് നോക്കുമ്പോൾ ദേണ്ട മെട്രോ പോകുന്നത്. എനിക്ക് അപ്പം കയറണം മെട്രോ അല്ല. മെട്രോ കയറുന്ന വഴി നമ്മൾ നേരെ പോയത് ലുലു മാളിലേക്ക് കേട്ടോ. അങ്ങനെ മെട്രോ കയറാൻ വേണ്ടി പോകുമ്പോൾ മുടിഞ്ഞ തിരക്ക്, പിന്നെ മഴ, ഒന്നും പറയാനില്ല. അങ്ങനെ മെട്രോ കയറി കേട്ടോ. മെട്രോയിൽ കൈ പിടിക്കാൻ പോലും സ്ഥലമില്ലാത്ത തിരക്കാട്ടോ. അങ്ങനെ മെട്രോ ഇറങ്ങി ഞാൻ നേരെ പോകുന്ന മറൈൻ ഡ്രൈവിലേക്ക് കേട്ടോ. മറൈൻ ഡ്രൈവിലേക്ക് പോകുന്ന വഴിക്ക് സവിത സംഗീതം എന്ന തിയേറ്ററും കണ്ട് ഇനി മറൈൻ ഡ്രൈവിൽ എത്തി. ഇനി നമുക്ക് നാട്ടിൽ പോകണം. നാട്ടിൽ പോകാൻ വേണ്ടി ട്രെയിൻ കയറി കഴിഞ്ഞപ്പോൾ എന്റെ പൊന്നോ പറ്റ തള്ള കഴിക്കൂല. എല്ലായിടത്തും പോയിട്ട് നമ്മുടെ കാഞ്ഞങ്ങാണ്ട് ബോർഡ് കാണുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അപ്പോൾ ബാക്കിയപ്പോൾ നാളെ